ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ചെറിയ വീഡിയോ ആണ്. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതിൻ്റെ ഒപ്പമുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ എൻ്റെ ന്യൂ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരീരം തണുപ്പിക്കാൻ നല്ല വേനൽക്കാല പാനീയമാണ്. തയ്യാറാക്കാൻ നമുക്ക് മോരാണ് വേണ്ടത്. അപ്പോൾ തൈര് കടഞ്ഞ് വെണ്ണ മാറ്റിയതിന് ശേഷമുള്ള മോരാണ്. ഇതിനാവശ്യമായത് നമുക്ക് പുതിനയും മാങ്ങയും ഒക്കെയാണ്. എല്ലാം ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകിയെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി കഷ്ണം ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഒരു വലിയ ഇഞ്ചി കഷ്ണം ഉണ്ടായിരുന്നു, അതിന് ചെറിയ പീസസ് ആക്കി. പിന്നെ ഇഞ്ചിയുടെ കൂടെ തന്നെ ചെറിയ ഉള്ളി അരയ്ക്കണം. ചെറിയ ഉള്ളിയാണ് ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് പുതിനയിലാണ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ക്രഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മോരൂടെ ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അത്. പിന്നെ നമുക്ക് അരിച്ച് മാറ്റാൻ അധികമൊന്നും ഉണ്ടാവില്ല, നല്ലപോലെ അരഞ്ഞു കിട്ടും. ഇത് നന്നായിട്ട് തന്നെ അരഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. ഇത് നമ്മൾ വലിയ മുളക് ഇടണമെങ്കിലും ഒരു ചെറിയ 1/4 അതിൻ്റെ കട്ട് ചെയ്തിട്ടാലും മതി. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നോക്കണം. സാധാരണ ഉപ്പിട്ടാലും മതി. ഇത് എൻ്റെ കയ്യിൽ ഇപ്പോൾ പിങ്ക് സാൾട്ട് ഉള്ളത് കൊണ്ട് ഞാൻ പിങ്ക് സാൾട്ട് ഇടണമെന്ന് മാത്രം. 1 സ്പൂൺ നന്നായിട്ട് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അരിച്ച് മാറ്റിയാൽ മതി. ഇത് ശരിക്കും അരഞ്ഞിട്ടുള്ളത് കൊണ്ട് കൂടുതൽ നമ്മൾ അരിച്ച് മാറ്റേണ്ടതായിട്ട് ഇതിനകത്തൊന്നുമില്ല. ഇതോടുകൂടി കുടിക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് നല്ല വിശപ്പ് കിട്ടും, നല്ല സുഖം കിട്ടുന്നത്. മാങ്ങ അരച്ചത് ആണ്, അതുകൊണ്ട് അത് ഒരുപാട് നമ്മൾ അരിച്ച് മാറ്റണ്ട. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ് ഇട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. ഐസ് ക്യൂബ്സ് എത്ര ഇട്ടാലും ഈ വേനൽക്കാലത്ത് നല്ല സുഖമാണ്. അപ്പോൾ മാങ്ങ ഞാൻ 2-3 പീസ് മാറ്റി വെച്ചിരുന്നു. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പുതിനയെല്ലാം ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം.